പാണ്ടയുടെ സ്റ്റാച്ചു ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഭയങ്കര ഹ്യൂജ് ജയന്റ് പാണ്ട. ടോട്ടോയ്സ് സ്കൾപ്ചർ. വേസ്റ്റ് ബോട്ടിൽസ് വെച്ചുണ്ടാക്കിയിട്ട് അത് അവരെഴുതിയേക്കുന്ന 300 പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിൽസ് കളക്ടഡ് ഫ്രം അറൗണ്ട് ഹോങ്കോങ്. പണ്ടൊക്കെ ഇങ്ങനത്തെ കണ്ടു കഴിഞ്ഞാൽ വീടുകയല്ല, ഏറ്റവും ഇല്ലെന്ന് തോന്നും. പണ്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണം വാങ്ങിച്ചിരിക്കും. എന്നെങ്കിൽ ഞാൻ വാങ്ങിക്കും, പിള്ളേർ വാങ്ങി തൂക്കി. രസമുണ്ടല്ലേ? എൻ്റെ നമുക്കെന്തോ ഉണ്ടല്ലോ ഇതുപോലത്തെ മറ്റൊരു അതുണ്ട്. ഇത് 50% മിനറലൈസ്ഡ് വാട്ടർ ഉണ്ടോ? ഇങ്ങനെ വരുന്നത് ഇപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെയാ ഇത് പ്ലാസ്റ്റിക് കുറയ്ക്കാൻ വേണ്ടി. നൂഡിൽ, ചിക്കൻ നൂഡിൽ. ട്രാം ടിക്കറ്റ്സ് 74. സീനിയർ കൺസെഷൻ നമുക്ക് കിട്ടത്തില്ല. അവിടെ ചോദിച്ചു നോക്കാം. 65 ആണ് ഇവിടുത്തെ സീനിയർ. സ്കൈ ടെറസിൻ്റെ എടുക്കണോ? വേറെ സിംഗിൾ 61. ശരിക്കെടുക്കുക, എന്തോ കാണിച്ചെടുക്കുക. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചാടുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് മൈ ഫോൾട്ട്. വളമൊക്കെ ഉണ്ട്. ക്യാമറ വെച്ചൊക്കെ വേറൊരു ബെൽറ്റ് കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ? റോൾ ചെയ്യുന്നുണ്ടോ?
അത് ഇച്ചിരി ക്ലൈംബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ചെവിയെ കളയുന്നുണ്ടോ? എൻ്റെ അടഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ വേന എടുക്കണം. ഇവിടെ മഴയുണ്ടെന്ന് തോന്നുന്നല്ലേ, മഞ്ഞിൽ. എങ്ങോട്ടാ യാത്ര? കുന്നിന്റെ മേളിൽ എത്താറായി. ഹോങ്കോങ് മുഴുവൻ കറങ്ങിയ മലയുടെ മേളിൽ കൊണ്ടുവരുന്നു പറയുന്നു. മലമുകളിൽ കൊടൈക്കനാലൊക്കെ പോകുന്നതിനേക്കാളും നല്ലല്ലേ? പക്ഷെ മഞ്ഞ് കുടിക്കുന്നത് താഴോട്ട് കാണാൻ പറ്റില്ല. ആ താഴോട്ടേ നല്ല രസമാണ് കാണാൻ. ബിൽഡിങ്ങുകളൊക്കെ കാണാം. മറ്റേ ഗ്ലാസ്സൊക്കെ കയറണോ? കയറുന്നുണ്ടോ? നോക്കാം, അവിടെ ചെന്നിട്ട് നോക്കാം. വേണോട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിൽ കയറേണ്ട ആവശ്യമില്ല. നോക്കാം. ഡ്രാഗൺ ഉണ്ട് കേട്ടോ. ഡ്രാഗണേ ഏതാ ഡ്രാഗൺ? കഴിഞ്ഞത് കാണിച്ചാൽ ഇത് വേണമെന്ന് പറയും. നമ്മൾ വാങ്ങിച്ച അടിപൊളിയാ കേട്ടോ. അതാ കുറച്ചുകൂടെ നല്ല. കുറച്ചുകൂടെ ഇത് പറഞ്ഞാൽ വാങ്ങിക്കണോ? കൊള്ളാം. എത്ര എന്താണോ? നമ്മൾക്ക് ഇവിടുന്ന് പോസ്റ്റ് കാർഡ് പോസ്റ്റ് ചെയ്യാൻ പറ്റുമേ. പോസ്റ്റ് ഓഫീസ് ആണല്ലേ? പോസ്റ്റ് ഓഫീസ് വിൽ ബി പോസ്റ്റ് മാർക്ക്ഡ് വിത്ത് ദ പിക്ചറിൽ ഡേറ്റ് സ്റ്റാമ്പ് ഓൺ ബിലോ. ഇതുപോലത്തെ പിക്ചർ വെച്ച് സീല്. പീക്കിൻ്റെ എന്താ പീക്ക് പോസ്റ്റ് ഓഫീസ്. നമ്മൾ ഇവിടെ എല്ലാം ഇപ്പോൾ ഫിൻലാൻഡിലും എല്ലാം ഉണ്ടായിരുന്നു. സെയിം ഉണ്ടായിരുന്നു. ഇതിവിടെ ഇതുണ്ടല്ലോ. എവിടെ ഇപ്പോൾ ഉണ്ട് ഇയാള്? മാഡം ഡിസോ ഞാൻ 2 പ്രാവശ്യം പലയിടത്ത് വെച്ച് ഇത് കയറാൻ അത്ര വലിയ ത്രില്ലൊന്നുമില്ല. ഞങ്ങൾ അതുകൊണ്ട് ഇത് കയറണമെന്ന് വെച്ചാൽ നല്ല ചാർജ് ഉണ്ട്. 260 ആണ് ഇതിൻ്റെ. ഇവിടെ ഫേസസ് ഉണ്ട്. നമ്മൾ ഒരു പ്രാവശ്യം ഇതിൻ്റെ ഒപ്പേറ ഡാൻസ് കാണാൻ പോകില്ലേ? ഓപ്പറ ഇവിടെ മറ്റേ ജേർണി. അതാരാ നിൽക്കുന്നത്? ആരാന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. ആരാന്ന് എനിക്കറിയത്തില്ല. ഇതെല്ലാം ചൈനീസ് ഇതാന്ന് തോന്നുന്നു. ഇത് ഞാനും ഡാഡി, ഇത് കെവിൻ, റിക്ക, ഇത് കെസിയ, ഇത് കെസിയന് ഡാനി, ഇത് 2 പിള്ളേർ, കൊച്ചു പിള്ളേർ. ഇനി ഉണ്ടാവുകയാണെങ്കിൽ 2 കൂടെ എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് അപ്പച്ചനമ്മച്ചി, ഇത് അപ്പച്ചനമ്മച്ചി. അങ്ങനെ ഞങ്ങൾ പീക്ക് ട്രാമിൽ കയറി ഇവിടെ വിക്ടോറിയ പീക്ക് കണ്ടു. തിരിച്ച് താഴോട്ട് പോവാണ്. എല്ലാവരും കയറിക്കൊണ്ടിരിക്കും. മിക്കവാറും പാട്ട് കേട്ടോ? യു ലൈക്ക് ഹോങ്കോങ്?
ഇത് അടിപൊളിയാണ്. മഷ്റൂമിൻ്റെ ബീഫ് ബർഗർ. ബർഗർ വഞ്ചസും പിന്നെ ഇത് ബിഗ് മാക്ക്. അച്ചാച്ചൻ്റെ സ്ഥിരം വാങ്ങിക്കുന്ന ഒരു കപ്പിച്ചിനോ ആൻഡ് കോക്ക്. സ്വാദിച്ചിട്ടുണ്ട്.